ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വീഡിയോ കേട്ടിട്ടെ, അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. തിങ്കളാഴ്ച എൻ്റെ പപ്പയും മമ്മിയും വന്നേ. കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയൊക്കെ ഓണം എൻ്റെ വീട്ടിലായിരുന്നേ. അപ്പോൾ ഇത്തവണ ഓണം ഇവിടെയാണ് കേട്ടോ. അങ്ങനെ പപ്പ അമ്മയും തിങ്കളാഴ്ച വന്നു. അപ്പം എന്നിട്ട് ചൊവ്വാഴ്ച കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി കാനഡയിലാണ്, അപ്പം അങ്ങോട്ടേക്കാണ് അമ്മ പോകുന്നത്. അപ്പോൾ അമ്മ അവിടെയായിരുന്നു. അപ്പം ഇടയ്ക്ക് പപ്പയ്ക്ക് വയ്യാണ്ടായപ്പോൾ മമ്മി നാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ വീണ്ടും മമ്മി തിങ്കളാഴ്ച തിരിച്ചു പോവുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചതേ, ഇതിനകത്ത് കീകൾ തമ്മിൽ മാറിയിട്ട് താഴെ ഒരെണ്ണം ലോക്കായിപ്പോയി കേട്ടോ. കീ ഊരാൻ പറ്റുന്നതായിരുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ആദ്യമേ കുറേ ട്രൈ ചെയ്ത് ഊരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ ബാക്കിയുള്ളത് ബോക്സ് ഞാൻ ഊരാൻ നോക്കിയാൽ അത് ഊരി വന്നു. പക്ഷെ എന്നാലും താക്കോലിൻ്റെ തുമ്പ് അതിൽ ലോക്കായി കേട്ടോ. അപ്പം പപ്പ പറഞ്ഞു അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഇളക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. അത് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ നമുക്ക് നോക്കാം, പരിശ്രമിച്ച് നോക്കാമല്ലോ ഇത് പറഞ്ഞു. ഒന്ന് പരിശ്രമിച്ച് നോക്കിയപ്പോൾ ആ താക്കോലും അതിൻ്റെ പുറയിലെ ബോക്സും കൂടിയിട്ട് കുലുക്കി ഒന്ന് അനക്കി ഇട്ടപ്പോൾ അത് ഊരി കിട്ടി കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് വീഡിയോ ആയിട്ടെടുത്ത് ഞാൻ കാണിക്കാൻ കാര്യം, നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ശരിയാവില്ല ഇത് പറഞ്ഞാൽ അങ്ങനെ തന്നെ. പക്ഷെ നമ്മളൊന്നും ശ്രമിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ശ്രമിച്ച് നോക്കിയാൽ നമുക്ക് ഏതൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സക്സസ് ആയി കിട്ടും. അപ്പോൾ ഇത് ബുധനാഴ്ചത്തതാണ്. അപ്പോൾ മമ്മി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് മൂപ്പിച്ചെടുത്തു. പിന്നെ ആ ചട്ടിയിൽ തന്നെ പിന്നെ തേങ്ങാക്കൊത്തും ചുമന്ന മുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചു. അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മമ്മി പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് മമ്മി ചൂട് വെള്ളം വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ടേ. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി മൂപ്പിച്ചെടുത്തത് അത് തണുപ്പായതിനു ശേഷം അത് മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഇഞ്ചി പൊടിച്ചത് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അങ്ങനെ ഇഞ്ചി കയറി നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മമ്മി. അങ്ങനെ ഉച്ചയ്ക്ക് പടവലങ്ങ തോരനും ഇഞ്ചിക്കറിയും കടലക്കറിയായിരുന്നു അന്ന് ഉച്ചക്കത്തെ ഊണിനെ. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ഒരു പപ്പടം പൊള്ളിച്ചേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറൂണ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണേ. ബാക്കി ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ മാക്സിൽ കയറി അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. എന്നിട്ട് മമ്മി അതൊക്കെ തരംതിരിച്ച് വെച്ചേക്കുന്നതാണേ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ദോശ സാമ്പാറുമായിരുന്നേ. സാമ്പാർ ഉച്ചക്കത്തേക്കൂടി ചേർത്ത് രാവിലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തോരൻ ഉണ്ടാക്കാനുണ്ട്, അവിയലുണ്ടാക്കാനുണ്ട്, ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ടാണേ. അപ്പം അതൊക്കെ എല്ലാം മമ്മി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മമ്മി അവിടുന്നുണ്ട് സാമ്പാറുണ്ടാക്കുന്നുണ്ട്. പുറത്ത് ചേട്ടായി തേങ്ങയൊക്കെ പൊതിച്ച് അപ്പോസിൻ്റെ കൊടുത്തു വിടുന്നതാണേ. അങ്ങനെ ഞങ്ങളവിടെ അടുക്കളയിൽ ഓരോന്ന് കുക്കിങ്ങാണ്. അപ്പോൾ പുറത്താണെങ്കിൽ പപ്പയും അഭിമോളും കൂടെ ഉണ്ട് അത്തപ്പൂക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ദോശയും സാമ്പാറും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇനി അടുത്തതിനി അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞ് വെള്ളത്തിൽ ഇടുന്നതാണ്. ആ മമ്മി അത് അവിയലുണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ട തേങ്ങയും ജീരകവും കറിവേപ്പിലയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ അരച്ചെടുത്തു. അപ്പോൾ ഞാനവിടെ പയർ അരിയുന്നുണ്ട്. അപ്പോൾ മമ്മി അപ്പോഴേക്കും അവിയലും ഉണ്ടാക്കി പയർ കറി വെച്ചു. അപ്പോഴേക്കും ഞാൻ പയറിലേക്ക് പച്ചമുളകും സവാളയും തേങ്ങയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അത് തോരനുണ്ടാക്കാൻ വേണ്ടി അടപ്പത്ത് ശകലം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തോരനും അവിടെ റെഡിയായി. അപ്പം മമ്മി ഉണ്ടല്ലോ ഒരു ദോശക്കല്ല് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അത് സീസൺ ചെയ്താണെങ്കിൽ കൂടി മമ്മി അത് 3 ദിവസം പഴകി കഞ്ഞിവെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവിയലും തോരനൊക്കെയായി. ഇനി ബീറ്റ്റൂട്ട് പച്ചടിയാണ് കേട്ടോ. ബീറ്റ്റൂട്ട് പച്ചടിയും പിന്നെ ഉള്ളത് നമുക്ക് പായസം വയ്ക്കാനുണ്ട്. പായസം നമുക്ക് ഇവിടെ ഇങ്ങനത്തെ അട കിട്ടത്തില്ലേ. അപ്പം മമ്മി വന്നപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ അട. അപ്പോൾ വെള്ളം ചൂടാക്കി അതിനകത്തേക്ക് ഈ അട ഇട്ടിട്ടതിന് ശേഷം അതൊന്ന് കുറച്ച് വെന്ത് കഴിയുമ്പോൾ അത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി 1 പാൽ 2 പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ
ചുക്കും ഏലക്കയും കൂടെ ഇച്ചിരി പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ആ പാലിലേക്ക് ചേർത്തിട്ട് അതിനകത്തേക്ക് ആദ്യം രണ്ടാം പാലൊഴിച്ച് പിന്നെ ഒന്നാം പാലൊഴിച്ച് അങ്ങനെ നമ്മൾ കുറുകി പായസം റെഡിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ സീസൺ ചെയ്ത രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ അങ്ങനെ നമ്മുടെ ചോറും കറിയും പായസവും ഒക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ആദ്യം ഈ അപ്പൂസും അബിക്കും കൊടുത്തായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിളമ്പത്തിരുന്നത് അപ്പൂസും അബിയും കൂടിയാണ് കേട്ടോ. ആ ഡ്യൂട്ടി അവർ സമയത്ത് അങ്ങ് ഏറ്റെടുത്തിയാണ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ വിളമ്പി തരാനാട്ടെ. അങ്ങനെ വിളമ്പി തരാൻ കേട്ടോ. പിന്നെ ഇതേ ഒരു ഇലയിലിട്ട് കുറച്ച് ചോറും കറികളിൽ നിന്നെല്ലാം ഇത്തിരിച്ച് കറിയും ഇട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടാണ് അവന് ചോറ് കൊടുത്തത്. അങ്ങനെ ഇതേ അടുത്ത ഷോപ്പിങ്ങിനെത്തി. അപ്പോൾ അവർക്ക് അവിടെ ചെന്നപ്പം അവിടുത്തെ ടെഡി ബിയറും ഒക്കെ എല്ലാം കണ്ടു. അപ്പോൾ അവർക്കതെല്ലാം വേണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പം എല്ലാത്തിലും തൊട്ടും പിടിച്ചും നോക്കിയൊക്കെ അത് വാങ്ങിച്ചു തരാനും അല്ലാണ്ട് കണ്ട് രസിച്ചൊക്കെയാണ് നിൽക്കുന്നത് അവിടെ. അതിനുശേഷം ഞങ്ങൾ യൂദാപുരം പള്ളിയിൽ പോയതാണ്. അപ്പോൾ യൂദാപുരം പള്ളിയിലൊക്കെ പോയിട്ട് വീണ്ടും ഞങ്ങൾ വേറൊരു ഷോപ്പിലൂടെ കയറണമായിരുന്നു. അപ്പോൾ അവിടെ കയറി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളിതേ വൈകിട്ട് പുറത്തുനിന്നൊരു കടയിൽ കയറി ചെറിയ രീതിയിൽ കടിയൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ പിന്നെ ദോശയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു. പിന്നെ മമ്മി ഇത് ദോശക്കല്ലിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി എടുക്കുന്ന ഞാൻ മയം കിട്ടാനാട്ടെ. പിന്നെ ഉച്ചക്കത്തേക്കും തലേത്തെ കറിയെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ആ കറിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞായറാഴ്ച രാവിലത്തെയാണ്. ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ പരിപാടി കഴിഞ്ഞിട്ട് കസിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് പോകണമായിരുന്നു. അപ്പം ആ പള്ളിയിലാണ് എന്നെ കെട്ടിച്ച പള്ളി. പക്ഷെ ഞാൻ പോകുന്നത് ആ പള്ളിയല്ല. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പള്ളിയിലാണ് പോകുന്നത്. അങ്ങനെ മാമോദിസയ്ക്ക് കൂടി കസിൻ്റെ വീട്ടിലെത്തി. അപ്പം കുഞ്ഞാവനെ പിടിച്ചുകൊണ്ടൊക്കെ അഭിമോളോട് ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ബീഫ് വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പാലപ്പവും ബീഫ് കറിയായിരുന്നു തിങ്കളാഴ്ച രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. അപ്പോൾ 3 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങളൊരു 12 മണിയായപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. കാര്യം ഞങ്ങൾക്ക് വീടിന് ഒരു 15-20 മിനിറ്റ് മതി കേട്ടോ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്താനായിട്ട്. അങ്ങനെ മമ്മി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനിയൊരു കാര്യം പറയാം. നിങ്ങൾ വിചാരിക്കില്ല ഞാൻ ഇത്ര പതുക്കെ പറഞ്ഞത് എന്താണെന്ന്. ഞാൻ രാത്രിയിലാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്തത്. അപ്പോൾ ആർക്കും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ പറയണതാണ് കേട്ടോ.